നമ്മളൊരു 15-20 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ. ഇനി ഒരുപാട് പരിപാടി നടക്കേണ്ടതുണ്ട്. ഓക്കെ, ശശിയേട്ടാ എന്താ ചോദിക്കണ്ടേ? നമുക്കെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി അടുത്ത കേരള ഇലക്ഷനെ നോക്കി ഇരിക്കുകയാണ്. ആ ഇലക്ഷനിൽ ഒരു ചോദ്യം പറയുകയാണ്, ആ ഭരണം ഒന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അതെങ്ങനെ മാറ്റുമെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പോഴത്തെ കേരള പൊളിറ്റിക്സിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കോൺഗ്രസ് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ കോൺഗ്രസിന് അകത്തുള്ള ആ വിഭാഗീയത ഞങ്ങളെ വളരെ വേദനിപ്പിക്കുന്നു. അതിന് എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ? ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെ ചീഫ് മിനിസ്റ്റർ ആകണമെന്നൊരാഗ്രഹമുണ്ട്. ആഗ്രഹം സാധിക്കുമോ ഈ വയസ്സിന് ചാകുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ കൊള്ളാം. ശരിനാരിയേട്ടനെ വളരെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഹൂസ്റ്റണിലെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേരാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ കേരളത്തിൽ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു. ഇതുപോലെ കേരളം 10 വർഷക്കാലം പുറകോട്ട് പോയ ചരിത്രമാണ് 9 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ചെറുപ്പക്കാർ കേരളത്തിൽ ജോലി കിട്ടാത്തത് കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാസികൾ എന്ന നിലയിൽ ആരെങ്കിലും പോയി ജീവിക്കുന്നത് നമ്മളാരും എതിരല്ല. പക്ഷെ കേരളത്തെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും പുറത്തു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സംഭാവന. അതുകൊണ്ട് ഗവൺമെൻറ് മാറണം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു, തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു, ഒരു വികസനവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഈ നിലയിലേക്ക് അധപ്പതിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ആ മാറ്റം ഉണ്ടാകും, വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം ഉണ്ടാകും. പിന്നെ കോൺഗ്രസിനകത്ത് കുഴപ്പമുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ പ്രചരണങ്ങളാണ്. അതിനകത്ത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കോൺഗ്രസിൽ പുതിയ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി വന്നു. ആ കമ്മിറ്റി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലാത്തപ്പോഴും കോൺഗ്രസ് പ്രശ്നമാണെന്ന് വരുത്താൻ ബോധപൂർവമായി നീക്കം നടക്കുകയാണ്. ഒരു തർക്കവും കോൺഗ്രസിലില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. ഞാൻ തന്നെയാണ് ഒരു സീനിയർ ലീഡർ എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി ഒരുമിച്ച് പോകാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസിൽ പ്രശ്നമായതുകൊണ്ട് ഗവൺമെൻറ് വരുമോ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും മാറണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയാണ്. നിങ്ങളാരും വോട്ട് ചെയ്യാൻ വരുത്തില്ലെന്നറിയാം. എങ്കിൽ നാട്ടിലുള്ളവരോടെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറയുകയും നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. സമയക്കുറവ് കൈ കാണിക്കണേ. ഒന്ന് റെയ്ന ഉണ്ട്, ദെൻ 3 പേര് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിത് അവസാനിപ്പിക്കണമല്ലോ 3 o'clock. സോ റെയ്ന റോക്ക് ഇവിടുത്തെ ഒരു നല്ല മാധ്യമ പ്രവർത്തക കൂടിയാണ്. ക്വസ്റ്റ്യൻസ് നിൽക്കുമോ? മൈക്ക് സംസാരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ രമേഷ് ജി, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രമേഷ് ജി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു ഒരു പൊന്നാട ഇടാനായിട്ട്. ഓക്കെ, ഇന്ന് 2 ക്വസ്റ്റ്യൻ. ഇത്തവണ വരുന്നേ ഉള്ളൂ, വലിയ സ്റ്റേജിലായിട്ടൊന്നും ഓർത്തു. സോ എൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്കറിയാം പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു മാന്യദേഹമാണ്. വളരെ നാളുകൾക്കായി കൊച്ചിലെ തൊട്ട് ഞങ്ങൾ കണ്ടു വളരുന്ന
ഒരു മുഖം എല്ലാം കൊണ്ടും. അപ്പം ഇത്രയും ഞങ്ങൾ കാണുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് ഒരു ലൈഫാണ്, എപ്പോഴും ടൈം ആൻഡ് എനർജി സ്പെൻഡിങ് ഫോർ ഓൾ ദ കമ്മ്യൂണിറ്റി പീപ്പിൾ. അപ്പം അങ്ങനെ വരുമ്പം അങ്ങയുടെ ഈ യുവത്വം ഇത്രയും നാള് എന്ന് കണ്ടാലും ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു വളരെ ആകാംക്ഷയുള്ളൊരു ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു മറ്റു പലർക്കും ഈ സെയിം ക്വസ്റ്റ്യൻ കാണും. എങ്ങനെ ഇങ്ങനെ യുവത്വം തുളുമ്പുന്ന ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും നടക്കാൻ പറ്റുക? അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഇത്രയും വർഷം ഏറ്റവും ചലഞ്ചായിട്ട് അങ്ങേക്ക് തോന്നിയ ഒരു കാര്യം എന്താണ്? ഇത്രയും ചലഞ്ചായിട്ട് തോന്നിയ പൊതുപ്രവർത്തനത്തിലൊരു കാര്യം, 2 കാര്യമാണ്. താങ്ക് യു. റീന മിടുക്കിയായ ഒരു പത്രപ്രവർത്തകയാണ്, അതുകൊണ്ടാണ് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്ന്, എനിക്കധികം പ്രായമായിട്ടില്ല, എനിക്ക് വളരെ ചെറുപ്പമാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ പ്രായമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഈ കുഴപ്പം. നമുക്ക് പ്രായമായില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ ചുറുചുറുക്കോടെ എല്ലാവരും പ്രവർത്തിച്ചാൽ, ഇപ്പം 83 വയസ്സുള്ള ശശിനാരി ഏട്ടൻ തന്നെ രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ് വൈകുന്നേരം വരെ. അപ്പം അതാണ്, ആ സ്പിരിറ്റ് വേണം. നമുക്ക് പ്രായമായിട്ടില്ല, നമ്മളെല്ലാവരും ചുറുചുറുക്കോടെ പ്രവർത്തിച്ചാൽ പ്രായമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. എനിക്ക് നിങ്ങളോടുള്ള അഡ്വൈസ് അതാണ്, എവരിബഡി ഷുഡ് ഫീൽ ദംസെൽസ് ആസ് യങ്, അല്ലേ സ്റ്റാൻലി? അങ്ങനെ പ്രവർത്തിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വളരെ ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസ് വരും, അതൊക്കെ നമ്മൾ നേരിടുക. ചലഞ്ചസ് ഇല്ലാത്ത ആർക്കാണ്? എല്ലാവർക്കും. ദൈവത്തിന് പോലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് ചലഞ്ചസിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു സംഭവം പറയാൻ പറഞ്ഞു. ഒരു സംഭവം ഈ അടുത്ത കാലത്തുണ്ട്, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. നമ്മുടെ തോമസ് ചാഴിക്കാടൻ്റെ ബ്രദർ ഞാനുമായിട്ട്, ബാബു ചാഴിക്കാടൻ ഞാനും കൂടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് പ്രവർത്തിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഇടിവെട്ടേറ്റ് 2 പേരും മരിച്ചെന്നാണ് ആൾ കരുതിയത്. ഏതായാലും എനിക്ക് മരിക്കേണ്ട സാഹചര്യമായി സമയമായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അന്ന് മരിച്ചില്ല. ആ സംഭവം എൻ്റെ മനസ്സിലെ ഇപ്പോഴും ഞെടുക്കുന്ന ഒന്നാണ്. ബാബു ചാഴിക്കാടൻ അവിടെ വെച്ചാണ് അന്തരിക്കുന്നത്. അങ്ങനെയാണ് പിന്നൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്, തോമസ് ചാഴിക്കാടൻ ജയിക്കുന്നത്. അപ്പം എന്നെ എതിർക്കുന്നവരോട് ഞാൻ പറയണ, ഇടി വെട്ടിയിട്ട് ചത്തില്ല, പിന്നെ ഇനി എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറയാം. ഇടി വെട്ടിയിട്ട് ചാവാത്ത ആളിനെ പിന്നെ കാര്യം വിചാരിച്ചപ്പോഴെല്ലാം പറ്റും. അപ്പം അതുകൊണ്ട് ആ ഒരു ആത്മധൈര്യം എനിക്കതിനുണ്ട്. ഏതായാലും നല്ല ചോദ്യമാണ് ചോദിച്ചത്, പ്രത്യേകം നന്ദി.